അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്നുമില്ല. ഞാൻ ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഇതിന് മുന്നേ ഒരു കുറേ പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പം ഞാൻ വല്യകുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം നിഷാടെ രാവിലെ നൈറ്റ് വർക്കിലേക്ക് കിടക്കുമ്പോൾ ഞാൻ വിളിച്ചില്ല. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ബസ് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി അങ്ങനെ വീഡിയോ എടുത്തോണ്ട് ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ. അങ്ങനെ ഞാൻ വല്യകുന്ന് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ ചെന്നപ്പോൾ 1.5 ക്യൂ ആണ് സൂപ്രണ്ടെ കാണാൻ. പിന്നെ അവിടെ കുറേ നിന്ന് തളർന്ന് ഞാൻ അവിടെ ഇരുന്ന് കേട്ടോ. കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ സ്ഥലം എത്തി. ഞാൻ കയറാതായി കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് കിട്ടി. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ IOB ബാങ്കിൽ പോയി കേട്ടോ. ഇനി DD എടുക്കേണ്ട ആവശ്യമൊക്കെ. അപ്പം അതിന് മുന്നേ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ അവിടെ എത്തിപ്പെട്ടു. പിന്നെ തന്നെ മണി ഒരു 2:30-3 മണി ആവാറായി കേട്ടോ. 2 മണിയാവും ഞങ്ങൾ കയറിയ ഒരു ഫലൂഡ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. കാരണം വിശന്ന് ഊപ്പാട് വന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ധ്യാനം സ്കൂൾ വിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയി സ്കൂളിൽ നിന്ന് അവനെ വിളിച്ച് വീട്ടിൽ ചേട്ടൻ കൊണ്ടാക്കാൻ പോയേക്കാണ്. അപ്പം ഞാൻ വീണ്ടും സ്കൂളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. ഓട്ടം തന്നെ ഇന്നത്തെ ദിവസം ഫുള്ള്. അങ്ങനെ നമ്മൾ നേരെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. വെരിഫിക്കേഷനുള്ള പേപ്പറൊക്കെ റെഡിയാക്കി ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കലമ്പല സ്റ്റേഷൻ അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ട്. അപ്പോൾ നമ്മൾ ലീവിനെ കുളിപ്പിച്ചോടാക്കിയിട്ടാണ് ചേട്ടൻ വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ മൊത്തത്തിൽ ഓടിപ്പിടച്ച് നമ്മൾ വീട്ടിൽ വന്നത്. ലിയോ എത്തി നോക്കാൻ രാവിലെ പോയതല്ലേ. ഹേ ഗൈസ്, ഞാൻ പോകുകയാണ് ഗൈസ്. തലയൊക്കെ നരച്ചു തുടങ്ങി. മേക്കപ്പ് അല്പം കൂടുതലാണോ ചേട്ടാ? നാട്ടിലെ ഉത്സവമാണ് ഗൈസ്. ഞാൻ 10 ദിവസത്തെ ഉത്സവത്തിന് ഞാൻ അവിടെ 10 ദിവസം മുന്നേ 10 ദിവസമായി. ലിഫ്റ്റിക്ക് ഇപ്പം കൂടുതലാണ്. വൈകുന്നേരം ഗാനമേളയൊക്കെ ഉണ്ട്. അനീഷേട്ടൻ വരും. വൈബ് വരുന്നുണ്ടാ നീ? പോട്ടെ, പോയി വരട്ടെ സോദര. അപ്പോൾ പിന്നെ ഉത്സവത്തിന് ലാസ്റ്റ് ദിവസമാണ്. ഇത്രയും താമസിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എന്തായാലും തലേദിവസമൊക്കെ എത്തുന്നതാണ്. അപ്പോൾ നിഷാണ്ട് ജോലിയുണ്ട്. അതുകൊണ്ട് ഞാനും ധ്യാനോത്സവം പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഏകദേശം 4 മണിയൊക്കെ ആവാറായി. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ നമ്മുടെ വീടെത്തി. നമ്മുടെ സജ്ജ് ബസ് കിടക്കുന്നത് കണ്ടു ഗൈസ്. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു സന്തോഷം കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഉത്സവമായതുകൊണ്ട് പ്രത്യേകത. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോസ് ഇടുന്ന കൂട്ടത്തിൽ ഞാൻ കാണിക്കാം. ഇന്ന് ഇത്രയും വിശേഷങ്ങളും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.